ഡ്രോ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് സർക്കംസർക്കിൾ. 5 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം വരച്ച് പരിവൃത്തം വരയ്ക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ സമഭുജ ത്രികോണം വരയ്ക്കണം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലേ? അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. അപ്പോൾ 3 വശങ്ങളും തുല്യമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ്, 3ഉം ഒരേ മെഷർമെൻറ്റ്സ് തന്നെ എടുത്താൽ മതി അല്ലേ? 5 സെൻറ്റിമീറ്റർ തന്നെ ഞാൻ എന്ത് ചെയ്തു, 2 എഡ്ജിൽ നിന്നും 5 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് ഇതുപോലെ വരച്ചു കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇനി ഈ 2 ആർക്കുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടും, കോമൺ പോയിൻ്റ് കിട്ടും. അതാണ് നമ്മുടെ 5 സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റ്. ആ 5 സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുത്തു, നമ്മുടെ 2 സൈഡിൽ നിന്ന് ലൈന് വരച്ചപ്പോൾ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റെഡിയായി. ഓക്കെ. ഇനി നമ്മുടെ ഈ AB എന്ന് പറയുന്ന 5 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കാം. അതിന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി കൊടുക്കുകയാണ്. 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് 2 സൈഡിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, മുകളിലോട്ടും താഴോട്ടേക്കും ആർക്ക് വരച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ഈ വരയ്ക്കുന്ന ഈ 2 ആർക്കുകളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. ആ മുകളിലത്തെ പോയിൻറ്റിൽ നിന്നും താഴത്തെ പോയിൻറ്റിലേക്ക് നമ്മളൊരു ലൈന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഈ ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്, അഥവാ ലംബ സമഭാജി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ്, ഏതെങ്കിലും ഒരു ലൈന് നമ്മൾ എടുക്കുക. അപ്പോൾ ആ ഒരു ലൈനിലേക്ക്, ഏതെങ്കിലും ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ തന്നെ എടുക്കണം കേട്ടോ. ഓക്കെ. ആ ലൈനിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു, 2 സൈഡിൽ നിന്ന് നമ്മൾ ആർക്ക് വരച്ച് കൊടുക്കുന്നു. ഈ 2 ആർക്കുകളും തമ്മിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ആർക്കുകൾ, ഈ ആർക്ക് ഞാൻ വരച്ച സമയത്ത് എന്തായാലും അത് അത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വരച്ചത്. അതായത് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തു, ആ 2 ലൈൻസും തമ്മിൽ, 2 പോയിൻറ്റുകളും തമ്മിൽ എന്ത് ചെയ്തു, ഒരു ലൈന് വരച്ചു. അപ്പോൾ നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആ ഒരു സൈഡിനും കിട്ടി. ഇനി ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റാണ് എന്ത്, ആ പോയിൻറ്റിൽ നിന്നും നമ്മുടെ ഈ ഒരു ത്രികോണത്തിൻ്റെ ഒരു എന്തുണ്ടാവും, എഡ്ജ് ഉണ്ടാവും, അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ മൂല ഉണ്ടാവും. ആ മൂലയിലേക്കുള്ള ദൂരമാണ് നമ്മുടെ ഈ ഒരു സർക്കിൾ വരയ്ക്കുന്നതിനുള്ള കേന്ദ്രം അഥവാ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്നും 3 ഭാഗത്തേക്കും വെച്ച് നോക്കുമ്പോൾ യെസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സെൻറ്ററിൽ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, സർക്കിൾ അഥവാ പരിവൃത്തം കിട്ടി. ഇനി ഈ പരിവൃത്ത കേന്ദ്രം അഥവാ സെൻറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ഒരു ഈ കോമ്പസ് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മുടെ ത്രികോണത്തിൻ്റെ എഡ്ജിലേക്കുള്ള ഭാഗം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിവൃത്ത കേന്ദ്രമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഡ്രോ ഇറ്റ്സ് സർക്കംസർക്കിൾ. ഒരു മട്ട ത്രികോണം വരച്ച് പരിവൃത്തം വരയ്ക്കാനാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ എടുക്കുന്നത് ബേസായിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ മാത്രമാണ് കേട്ടോ. പിന്നീടുള്ള മെഷർമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത് ആ ഒരു രീതിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ബേസ് 5 സെൻറ്റിമീറ്ററും അതുപോലെ അതിൻ്റെ ലംബമായിട്ട് വരുന്ന ഭാഗം അതെന്താണ്, ഒരു 7 സെൻറ്റിമീറ്ററൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ആദ്യം ഞാൻ 5 സെൻറ്റിമീറ്റർ ലൈന് വരച്ചു. എത്രയാണ് തന്നിട്ടുള്ളത് അതുപോലെ വരയ്ക്കുക കേട്ടോ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി ആണല്ലോ, അപ്പോൾ 90 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഞാനത് വരച്ച് കൊടുത്തു എന്ന് മാത്രം. അവിടെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും നിങ്ങളിവിടെ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തന്ന മെഷർമെൻറ്റ്സിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം വരച്ചിട്ടുള്ള ബേസ് ലൈനിന് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സൈഡിൽ നിന്നും ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പകുതിനേക്കാളും കൂടുതൽ നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്നും മുകളിലോട്ടും താഴോട്ടേക്കും ആർക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആർക്ക് വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 സൈഡിലും ആർക്ക് കിട്ടും. ആ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈന് വരയ്ക്കുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള നമ്മുടെ കർണം, അതായത് ഹൈപ്പോട്ന്യൂസിനാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഹൈപ്പോട്ന്യൂസാണ് കേട്ടോ ഇവിടെ എടുക്കേണ്ടത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സൈഡിൽ നിന്നും പകുതിയിൽ കൂടുതൽ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ആർക്ക് മുകളിലോട്ടും താഴോട്ടും വരച്ച് കൊടുക്കുന്നു. ആ 2 ആർക്കുകളും ജോയിൻ ചെയ്യുന്ന പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് ലൈന് വരയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു ഹൈപ്പോട്ന്യൂസിന് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി.
അപ്പോൾ ഇത് നമ്മൾക്കിപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് മട്ടത്രികോണം ആയതുകൊണ്ട് രണ്ടും ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? യെസ്, നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസിൻ്റെ അതായത് കർണത്തിൻ്റെ സെൻറ്റർ പോയിന്റിലായിരിക്കും അല്ലേ, കർണത്തിൻ്റെ മധ്യബിന്ദുവിലായിരിക്കും എന്ന് നമുക്കറിയാം. ഇനി എന്ത് ചെയ്താൽ മതി? ആ ഒരു കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ത്രികോണത്തിൻ്റെ സർക്കം സെൻറ്റർ കിട്ടും, അഥവാ പരിവൃത്ത കേന്ദ്രം കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു പരിവൃത്തം വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ആ ഒരു ലെങ്ത്ത്, ആ ഒരു മെഷർമെൻറ്റ്സ് എത്രയാണോ അതെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.